നമ്മളോടൊപ്പം റഹീം നിയമസഹായ സമിതിയുടെ അംഗമായ അഷ്റഫ് വേങ്ങാട്ട് ചേരുന്നുണ്ട്. ശ്രീ അഷ്റഫ്, നമസ്കാരം. ഒരുപാട് സന്തോഷത്തിലും സമാധാനത്തിലും ആശ്വാസത്തിലും ഒക്കെയാണ് എന്നറിയാം. റഹീമിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ മറ്റൊരു ഇല്ലാതായി തീർന്നു പോയി എന്ന് കരുതിയ ഒരു ജീവിതത്തിൽ നിന്ന് പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിലൊപ്പം നിന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തിച്ച നിയമപരമായും അല്ലാതെയും ഒക്കെ ആ കുടുംബത്തിനും റഹീമിനും ആശ്വാസമായി തീർന്നവരിൽ ഒരാളാണ് താങ്കളും. എങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ? റിലീസിംഗ് ഓർഡർ ഒക്കെ എപ്പോഴാണ് വരുന്നത്? എപ്പോഴെത്തും റഹീം നാട്ടിലേക്ക്? നമസ്കാരം തന്നെ. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് റഹീമിന്റെ കുടുംബവും അതുപോലെ തന്നെ റഹീമിനെ സഹായിക്കാൻ രംഗത്തിറങ്ങിയ നിയമ സഹായ സമിതിയും റിയാദിലെയും നാട്ടിലെയും അതുപോലെ തന്നെ റഹീമിന്റെ പ്രദേശത്തെ റഹീമിന്റെ നാട്ടുകാരായിട്ടുള്ള സഹായ സമിതിയും ഒക്കെ വളരെ ആഹ്ലാദത്തിലാണ്. ഈ ഒരു കടമ്പയാണ് നമുക്ക് കടക്കാനുണ്ടായിരുന്നത്. റഹീമിന്റെ മോചന ഘട്ടത്തില് ഏറ്റവും നമുക്ക് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന ഒരു കടമ്പയാണ് ഇന്ന് പൂർത്തിയായത്. റിയാദിലെ ക്രിമിനൽ കോടതി റഹീമിന്റെ വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ സൗദി കുടുംബവുമായി കരാറുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള 15 മില്യൺ സൗദി റിയാലിന്റെ ചെക്ക് ഇന്ന് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അവരുടെ പവർ ഓഫ് അറ്റോർണിയായ അഭിഭാഷകർക്ക് കൈമാറിയിരിക്കുന്നു. ആ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് സത്യത്തിൽ നമ്മളുള്ളത്. അതോടുകൂടി റഹീമിന് വധശിക്ഷ എന്നുള്ള ശിക്ഷയിൽ നിന്ന് റഹീം മോചിതനായിരിക്കുന്നു. ഇനിയുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞത് പ്രൈവറ്റ് റൈറ്റ്സിലെ കാര്യങ്ങളാണ്. ഇനി പബ്ലിക് റൈറ്റ്സിൽ അദ്ദേഹത്തിനുള്ള നിയമപരമായ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് റിയാദിലെ റഹീം നിയമസഹായ സമിതിയുടെയും അതുപോലെ തന്നെ അഭിഭാഷകനായ അബൂ ഫൈസലിന്റെയും എംബസി ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരിയുടെയും അതുപോലെ റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖിന്റെയും അതുപോലെ റഹീമിനോട് ഈ ഇതുവരെ സഹായിച്ച ഈ 35 കോടിയിലധികം രൂപ അവിടെ നൽകാനായി ഞങ്ങളോടൊപ്പം കൈകോർത്ത ലോക മലയാളി സമൂഹത്തിനും പ്രതീക്ഷിക്കാനുള്ളത് ഈ വരുന്ന ദിവസങ്ങളിൽ വളരെ വൈകാതെ തന്നെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു തീക്ഷ്ണമായ ഒരു ഘട്ടത്തിലൂടെയായിരുന്നു ഈ ഒരു കേസിന് ഞങ്ങൾ റിയാദിലെ പ്രവാസി സമൂഹം നേരിട്ടത്. റിയാദിലെ പ്രവാസികളാണ് ഈ ഒരു ധൈര്യം റഹീമിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടിലെ നിയമസഹായ സമിതിക്കുമൊക്കെ പകർന്നു നൽകിയത്. ആ ഒരു ആവേശത്തിലാണ് അവരെല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇത് ഏറ്റെടുക്കാൻ 34 കോടി 35 കോടി എന്നൊക്കെ പറയുന്നത് ചില്ലർ തുകയാണ്. അതൊരു വലിയ തുകയുടെ കാര്യം നമ്മൾ രണ്ടാമതാണ് ശ്രീ അഷ്റഫ്. നമ്മൾ ഒരു കാര്യത്തിന് അതും ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇതൊരു ഒരു ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അപ്പൊ ആ കേസിന്റെ സീരിയസ്നെസ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്ത് കൂടെ നിൽക്കുക, സഹായിക്കുക. ഇപ്പം താങ്കളെ സംബന്ധിച്ച് ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളുകളായിരിക്കും ഒരുപാട് പേര്. എല്ലാ സംഘടനകളും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ നിന്നുകൊണ്ട് ഈ റഹീമിനൊപ്പം നിൽക്കുക എന്നുള്ളത്, ഞാൻ ആ ഉമ്മയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അവരിപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടില്ല. ഇത് രക്ഷപ്പെട്ടു, തിരിച്ചു വരുന്നു മകൻ എന്നുള്ള കാര്യത്തിൽ അവരിപ്പോഴും അത് കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാം എന്നുള്ളതിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കൂടുതൽ പേരെ സഹായിക്കാനും ആശ്വാസമാകാനും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രചോദനം അത് വേറെ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മ, ഈ നിയമസഹായ സമിതിയൊക്കെ രൂപീകരിച്ചത്? എത്ര സമയമെടുത്തു? എപ്പോഴാണ് ഇത് കുറച്ചുകൂടി നമ്മൾ റഹീമിനൊപ്പം വേണം എന്നുള്ളതിലേക്കൊക്കെ ഒരു തീരുമാനം എത്തിയത്? 2007 തന്നെ 2006 റഹീം ഈ ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു കേസിൽ അകപ്പെടുന്നത്. അതിനുശേഷം 2007 ഒരു മധ്യത്തോടു കൂടിയാണ് റിയാദിലെ പ്രവാസി സമൂഹം ഈ വിഷയം അറിയുന്നത്. റിയാദിലെ മാധ്യമ പ്രവർത്തകരായ ഷക്കീബ് കൊളക്കാടനും നജീം കുറ്റുകല്ലും ഇവിടെ ജയിലിൽ സന്ദർശിച്ച സമയത്താണ് ഇങ്ങനെ 2 മലയാളി സഹോദരങ്ങൾ അവിടെ അകപ്പെട്ട് കിടക്കുന്ന വിവരം നമ്മൾ അറിയുന്നത്. അതിനുശേഷം തന്നെ നമ്മൾ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. അവിടെ പ്രവാസി സമൂഹത്തെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സർവകക്ഷി, അതായത് മുഴുവൻ കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിപുലമായ സമിതി തന്നെയാണ്. അന്ന് KMCC ആണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. KMCCയുടെ നേതൃത്വത്തിൽ അവിടെയുള്ള മുഴുവൻ പ്രവാസി
സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ സർവകക്ഷി സമിതി രൂപീകരിക്കുകയും റഹീം നിയമസഹായ സമിതി എന്ന രീതിയിൽ അന്ന് മുതൽ ആരംഭിച്ച ആ പ്രവർത്തനം അവസാന ഘട്ടം ഈ 2024 ഇന്ന് ജൂലൈ 2 എത്തിക്കുന്ന ഈ ഘട്ടത്തിലും നമ്മൾ ഒരു ഒറ്റക്കെട്ടായി ഒരു മെയ്യായി നമ്മൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രവാസി സമൂഹം എന്ന നിലക്ക്. പ്രത്യേകിച്ച് ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കുക അതെന്ത് വില കൊടുക്കും. തീർച്ചയായും അവിടുത്തെ നിയമവ്യവസ്ഥിതി പ്രകാരം അബ്ദുറഹീം കുറ്റക്കാരനാണ്, അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പോലും ആ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ലഭിച്ച ആനുകൂല്യം, അതാണ് ആ ആനുകൂല്യമാണ് നമ്മൾ ഈ കുടുംബവുമായി സംസാരിച്ച് കുടുംബവുമായി ഒരു കരാറുണ്ടാക്കി അവർക്ക് ദിയാദനം നൽകിക്കൊണ്ട് റഹീമിനെ മോചിപ്പിക്കുക എന്നുള്ള ആ വലിയൊരു സൗകര്യമാണ്, അതായത് സൗദി നിയമവ്യവസ്ഥയിൽ ആ വലിയൊരു സൗകര്യമാണ് നമുക്ക് ലഭിച്ചത്. ആ സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് അബ്ദുറഹീമിനെ ഈ വളരെ അപ്രതീക്ഷിതമായ ഒരു ഘട്ടത്തിൽ സംഭവിച്ചു പോയ ഈ ദാരുണമായ സംഭവത്തിൽ നിന്ന് അദ്ദേഹത്തെ ഈ 18 വർഷം ജയിലിൽ കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയത്. അതിൽ ഒറ്റക്കെട്ടായി ഒരേ മെയ്യോട് കൂടി ഒരേ മനസ്സോടെ ഒരേ ചിന്തയോടെ ഞങ്ങൾ എല്ലാവരും കൈകോർത്തു. പ്രത്യേകിച്ച് റിയാദിലെ പ്രവാസി സമൂഹത്തെയാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. നിങ്ങൾ കുറച്ചുപേർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്, ഞാൻ എപ്പോഴും ആ പണത്തിന്റെ കാര്യം ഞാൻ രണ്ടാമതേ പറയും. കാരണം ഇങ്ങനെ കുറച്ച് മനുഷ്യരില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പ്ലാനിങ്ങോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനമോ ആലോചനയോ പോലും നടക്കില്ല. അപ്പം ആദ്യം എന്തായാലും നിങ്ങൾ കുറച്ച് മനുഷ്യരാണ്, രണ്ടാമതാണ് പണം. അത് അത്ഭുതപ്പെടുത്തി. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ തുകകളൊക്കെയാണ് ഇവിടെ ചികിത്സാ സഹായമായിട്ടും അങ്ങനെയൊക്കെയുള്ള വലിയ ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് അത്ഭുതപ്പെടുത്തി കളഞ്ഞ്, അതായത് ഇപ്പം ന്യൂസ് റൂമിൽ ഞങ്ങൾക്കറിയാം ആ സമയത്ത് ഒരു വൈകുന്നേരമാണ് ഈ തുക ഇത്രയും അക്കൗണ്ടിലെത്തി, തൽക്കാലം അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു ഇല്ലെങ്കിൽ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുമ്പോൾ നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ഇത്ര പെട്ടെന്ന് 4 ദിവസം കൊണ്ട് ഇത്രയും സംഭവിച്ചോ എന്നൊക്കെയുള്ള തോന്നലായിരുന്നു. അപ്പം അതെങ്ങനെയാണ്, അത് നിങ്ങൾക്ക് എത്രത്തോളം ആവേശം ഉണ്ടാക്കി, അങ്ങനെ അത്രയും ആളുകൾ സഹായിക്കും? ഇപ്പം നേരത്തെ നാട്ടിലുള്ള സഹായ സമിതിയുടെ ആൾ പറഞ്ഞു 1 രൂപയും 1 കോടി രൂപയും തന്ന ആളുകളുണ്ട്. അപ്പം ആ ഫണ്ട് റേസിംഗ് എങ്ങനെയായിരുന്നു നടന്നത്? ഞങ്ങളെ ഫണ്ട് റേസിംഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. വളരെ ആശങ്കയോട് കൂടിയാണ് ഞങ്ങൾ ആ ഘട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റിയാദിലെ ആ പ്രവാസി സമൂഹത്തിന്റെ വലിയ വിപുലമായ ഒരു മീറ്റിംഗിൽ വെച്ച് അവിടെയുള്ള സംഘടനാ പ്രതിനിധികൾ ഒറ്റക്കെട്ടായി പറയുന്നു, ഈ സഹോദരനെ രക്ഷിക്കാനുള്ള ഈ 34 കോടിയിലധികം വരുന്ന രൂപ സമാഹരിക്കാൻ നമുക്ക് സാധിക്കും, നമുക്ക് രംഗത്തിറങ്ങാം എന്ന ആ ആവേശോജ്വലമായ ഒരു പ്രഖ്യാപനം അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നാട്ടിലെ നേരത്തെ തന്നെ നിയമസഹായ സമിതിയുണ്ട്, സർവകക്ഷി സമിതി അവരുടെ നേതൃത്വത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. അബ്ദുറഹീം സഹായ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിന്റെ പേരിൽ നമ്മൾ ഈ ഫണ്ട് സമാഹരണത്തിന് ഒരുങ്ങുകയായിരുന്നു. ഫണ്ട് സമാഹരണം എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായും പല രീതിയിലും പലരെയും സമീപിച്ച്, പ്രത്യേകിച്ച് സമ്പന്നരെയും അതുപോലെ തന്നെ വ്യവസായികളെയൊക്കെ സമീപിച്ച് ഫണ്ട് സ്വരൂപിക്കാനാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഞങ്ങൾ ഈ ഒരു കേസിൽ ഞങ്ങൾ കൊണ്ടുവന്നൊരു സംഗതിയാണ് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ്, അതായത് സ്പൈൻ കോഡ് എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ള നമ്മുടെ ഒരു സഹപ്രവർത്തകരുടെ നേരത്തെ തന്നെ മുസ്ലിം ലീഗിന്റെ ചില രാഷ്ട്രീയ അവരുടെ ഫണ്ട് സമാഹരണ വേളയിലൊക്കെ ഉപയോഗിച്ചൊരു ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിന് മുതൽക്കൂട്ടാവുകയായിരുന്നു. ആ ഒരു ശൈലി തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ ആപ്ലിക്കേഷൻ പുറത്തിട്ട് പൂർണ്ണമായും സുതാര്യമായി കൊണ്ട് ഒരു റിയാൽ ആര് കൊടുത്തോ ആ റിയാലിന്റെ കൃത്യമായ കണക്കും അതുപോലെ തന്നെ റെസീപ്റ്റും അവർക്ക് നേരിട്ട് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ്, ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ രൂപപ്പെടുത്തിയത്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ഈ ഫണ്ട് സമാഹരണത്തിന് ഇറങ്ങിയത്. അത് പൊതുസമൂഹത്തിലേക്ക് ഞങ്ങൾ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ ഈ എല്ലാ തലത്തിലുള്ള ആളുകളും, അതായത് ലോക മലയാളി സമൂഹം അതുപോലെ തന്നെ എല്ലാ രംഗത്തുള്ള പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള മലയാളി സമൂഹം, വിശിഷ്യ റിയാദിലെ പ്രവാസികൾ, അതുപോലെ മറ്റ് രാജ്യങ്ങളിലെ പ്രവാസികൾ, സാമൂഹിക സാംസ്കാരിക മത വിദ്യാഭ്യാസ ജീവകാരുണ്യ കലാ കായിക വ്യാപാര വ്യാവസായിക രംഗങ്ങളിലെ പ്രഗത്ഭര് ഒട്ടേറെ പേര്, നേരത്തെ പറഞ്ഞപ്പോൾ 1 കോടി മുതൽ 1 രൂപ വരെ ഞങ്ങൾക്ക് ഈ ഘട്ടത്തിലേക്ക് നൽകിയ ഞങ്ങളുടെ സഹപ്രവർത്തകർ. തുടക്കത്തിൽ ഞങ്ങൾ മാർച്ച് 15 കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതോടുകൂടി ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു അറ്റൻഷൻ, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, ഞങ്ങൾ കോഴിക്കോട് ഇതിന്റെ ഒരു മീഡിയ കോൺഫറൻസ് ഒക്കെ വെച്ചപ്പോൾ, പത്രസമ്മേളനം വെച്ചപ്പോൾ അതിലേക്കൊക്കെ മാധ്യമ പ്രവർത്തകർ എത്തിപ്പെടാൻ
പ്രയാസം ഉണ്ടായി. കാരണം അന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായത്. വളരെ ആശങ്കയോട് കൂടിയാണ് ആ നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കഴിഞ്ഞു പോയത്. അങ്ങനെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ചെറിയ ചലനം മുന്നോട്ട് വന്നത്. നമ്മുടെ പിന്നെ ബോബി ചെമ്മണ്ണൂർ പോലുള്ള പ്രഗത്ഭരായ പിന്നെ വ്യക്തികള്, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സാംസ്കാരിക മതരംഗങ്ങളിലുള്ള നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് റമദാൻ മാസമായതിനാൽ ആ സമയങ്ങളിൽ പിന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒട്ടേറെ പേര് കയ്യയച്ച് സഹായിച്ച ഒരു ഘട്ടം. അതുപോലെ തന്നെ പിന്നെ അവസാന ഘട്ടത്തിൽ നമുക്ക് ആഹ്വാനവുമായി റഹീമിന് ഒരു വീട് നൽകാം എന്നുള്ള ആഹ്വാനവുമായി ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ MA യൂസഫ് അലിയുടെ വരവ്. ഇങ്ങനെ തുടങ്ങി സകല ഭാഗങ്ങളിൽ നിന്നും എല്ലാ പിന്നെ രംഗത്തുള്ളവരും നമ്മളോടൊപ്പം കൈകോർത്ത വളരെ അസുലഭമായ ഒരു സന്ദർഭം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള അദ്ദേഹത്തിന് ഇനിയിപ്പം നാട്ടിലെത്തിയതിനു ശേഷവും അത്രയും എളുപ്പത്തിൽ വളരെ സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി താങ്കൾ ഞങ്ങളോട് സംസാരിച്ചതിനും അതിനപ്പുറത്തേക്ക് നന്മയുള്ള കുറേ മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കിയ നിങ്ങൾ എല്ലാവർക്കും, നിയമസഹായ സമിതിയാണെങ്കിലും ബന്ധുക്കൾക്കൊപ്പം നിന്ന ആളുകളാണെങ്കിലും എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.